ഗൈസ്, ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടോപ്പിൽ നെക്കിലും സ്ലീവിലും എങ്ങനെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യാമെന്നാണ്. ഇത് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു ടോപ്പാണ്. അതിലിപ്പോൾ കൊടുത്തേക്കുന്നത് ലേസി ഡേസി എന്ന് പറയുന്ന ഒരു ഡിസൈനാണ്. പിൻട്രസ്റ്റ് നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ഡിസൈനാണ്. അതിൽ സ്ലീവിലും കഴുത്തിലുമായിട്ട് മിനിമലായിട്ട് ചെയ്തേക്കുന്നത്. കസ്റ്റമർ അങ്ങനെ മതിയെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ലീഫും ഫ്ലവറുമാണ് ഇതിൽ കൂടുതലും കണ്ടുവരുന്ന ഡിസൈൻ എന്ന് പറയുന്നത്, ഈ ലേസി ഡേസി ഡിസൈനിൽ. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കയറി കാണാം. പിന്നെ ഇതിപ്പോൾ ഞാൻ കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി വെറുതെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതെൻ്റെ പഴയ ഒരു പൗച്ചാണ്. അതിനകത്ത് ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ ഇടാൻ വേണ്ടി ഒരു 5 വർഷം മുന്നേ തയ്ച്ചതാണ്. അതിൻ്റെ സിബൊക്കെ പോയി, നല്ല പഴയതായിപ്പോയി അത്. ഇത് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടവലുണ്ടല്ലോ, അവർക്ക് മുകളിൽ തൊപ്പിയൊക്കെ വരുന്ന ടവല്, അത് പഴയതായപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി തന്നെ തയ്ച്ചൊരു പൗച്ചാണിത്. 5 വർഷം കൊറോണ ടൈമൊക്കെ ആയ സമയത്ത് ഞാൻ തയ്ച്ച് നോക്കിയതാണ് വെറുതെ. പക്ഷേ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ തയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് തയ്ക്കാമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ത്രെഡ്, ഈ ഫ്ലവർ തയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്ത ത്രെഡ്, അത് തീർന്നു. പിന്നെ ഇത് നമ്മുടെ പാൻസിലൊക്കെ ഇടുന്ന നാടയുണ്ടല്ലോ, അത്. പിന്നെ ഇങ്ങനെ കുറച്ച് ത്രെഡ്, അത് കഴിഞ്ഞ ത്രെഡും ഉണ്ട്, ഞാൻ ഇതിൽ നിന്ന് ഉപയോഗിക്കുന്ന ത്രെഡും ഉണ്ട്. പിന്നെ ഈ നീഡിൽ ഇതിങ്ങനെ ഒരു ബോക്സാക്കി വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ നമ്പരൊന്നും എനിക്കറിയില്ല നീഡിലിൻ്റെ. ഞാൻ ഇതിൽ നിന്ന് നീഡിലൊക്കെ എടുത്ത് ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലൂ. ഇത് തയ്ക്കുന്നവർക്ക് അറിയാം ഗ്ലൂവിൻ്റെ ആവശ്യം എന്താണെന്നുള്ള കാര്യം. ഇത് പിന്നെ നമ്മുടെ ഫ്രെയിം ഉണ്ടല്ലോ, എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് തുണിയിട്ട് തയ്ക്കുന്ന ഫ്രെയിം. ഞാൻ ഈ ഫ്രെയിമിട്ട ഈ ടോപ്പ് തയ്ച്ചത്. പിന്നെ ഇത് അടുത്തൊരു പൗച്ചാണ്. ഞാനിതൊന്നും കാണിക്കുന്നത് വെറുതെയാണ്. പിന്നെ ഇതിനകത്തും സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ തന്നെയാണ്. ചോക്ക്, ടേപ്പ്, അതേപോലെ പെയിൻറ്റ്, പിന്നെ നമ്മൾ തുണി തയ്ക്കുന്ന സമയത്ത് പിൻ ചെയ്യുന്ന ചെറിയ പിന്ന്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ തയ്ച്ച് വയ്ക്കുന്ന പൗച്ച്. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ, ഈ ഫ്ലവറിൻ്റെ മുകളിൽ ചെറിയ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സാണ് ഞാൻ വെച്ചേക്കുന്നത്. എൻ്റെ ക്യാമറയുടെ പരിധിയിലാണ് ഞാൻ ഇങ്ങനെ ടോപ്പ് നിങ്ങളെ കാണിക്കുന്നത്. എനിക്കിങ്ങനെ പറ്റുന്നുള്ളൂ കാണിക്കാനായിട്ട്. അപ്പോൾ ഈ സ്ലീവിന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ചെയ്തില്ല ഞാൻ. 2 ഫ്ലവർ കൂടെ അതിൽ കൊടുക്കാനുണ്ട്, അതിന് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഈ ഗോൾഡൻ ബീഡ്സും കൂടെ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആവും സ്ലീവ്. അപ്പം ഓൾറെഡി ടോപ്പ് ഫുള്ളായി കംപ്ലീറ്റ് ആവും. ഞാൻ പിന്നെ നെക്കും ഒരു സ്ലീവും കംപ്ലീറ്റ് ചെയ്തത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇഷ്ടമായാൽ എന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.